പാകിസ്ഥാനിൽ പ്രകൃതി ദുരന്തങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 26 ഭൂകമ്പങ്ങളാണ് പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇനി വരുന്ന 3 ദിവസത്തേക്കും ഭൂകമ്പങ്ങൾ തുടരും, അല്ലെങ്കിൽ ഭൂചലനങ്ങൾ ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും ഉയർന്ന നഗരമായിട്ടുള്ള കറാച്ചിയിൽ 26 ഭൂകമ്പങ്ങളാണ് അനുഭവപ്പെട്ടത്. ഇത് പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. രാത്രിയിൽ പോലും ആളുകൾ വീടുകളിൽ കയറാതെ തെരുവുകളിലാണ് കഴിയുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇക്കാരണത്താൽ വെള്ളിയാഴ്ച ജുമാ ദിനത്തിൽ പാകിസ്ഥാനിൽ അന്ത്യദിനമുണ്ടാകുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പാകിസ്ഥാൻ സമ്പൂർണ്ണമായി അവസാനിക്കാൻ പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി കുറച്ചു കാലമായി കറാച്ചിയിൽ ഭൂകമ്പവും മഴയും ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ 26 നേരിയ ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടു. ഈ ഭൂചലനങ്ങൾ ഇപ്പോഴും ഈ സിറ്റുവേഷനിലും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഈ ഭൂകമ്പ പരമ്പര ഒരു വലിയ ആഘാതമായി മാറിയേക്കാമെന്ന് ചില വിദഗ്ധർ പറഞ്ഞു. ഇതുമൂലം കറാച്ചിയിലെ ജനങ്ങൾ കൂടുതൽ പരിഭ്രാന്തരായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിലവിൽ ഇന്ത്യൻ, യുറേഷ്യൻ, അറേബ്യൻ പ്ലേറ്റുകൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ തകരാറിലാണെന്ന് കറാച്ചി സർവകലാശാലയിലെ ഭൂമിശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഇമ്രാൻ അഹമ്മദ് ഖാൻ പറയുന്നുണ്ട്. ഇതുമൂലം കറാച്ചിയിൽ ഭൂകമ്പങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി മുതൽ കറാച്ചിയിലും പരിസര പ്രദേശങ്ങളിലും ഭൂകമ്പങ്ങളുടെ തീവ്രത താഴ്ന്നതോ മിതമായതോ ആയിരുന്നു എന്നുള്ളതാണ്. റിക്ടർ സ്കെയിലിൽ 2.1 മുതൽ 3.6 വരെയാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ഉയർന്ന ഭൂകമ്പം അവിടെ നടന്നത് 3.6 തീവ്രതയാണ്. 6 തീവ്രതയിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കറാച്ചിയിലാണ് ഏറ്റവും ഉയർന്ന ഭൂകമ്പം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി നഗരത്തിലെ മാലിർ ജയിലിലെ ഒരു മതിൽ തകർന്നു. ഇതുമൂലം 216 തടവുകാരാണ് മതിൽ ചാടിപ്പോയത്. ഈ തടവുകാർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചാടിപ്പോയവർ തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ശിക്ഷയിൽ ഇളവ് വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളായി തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കടുത്ത ശിക്ഷ വീണ്ടും അനുഭവിക്കേണ്ടി വരും. വെടിവെപ്പ് നടന്നു അവിടെ. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ അവിടെ ഈ ഭൂകമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നിട്ടുണ്ട്. അടുത്ത 3 ദിവസത്തേക്കും നേരിയ ഭൂചലനം തുടരുമെന്നാണ് ഇപ്പോൾ PMD ഡയറക്ടർ ജനറൽ മുഹമ്മദ് സാഹിബ് സാദ് ഖാൻ പറയുന്നത്. നഗരത്തിൽ തുടർച്ചയായ ഭൂചലനങ്ങൾ കാരണം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രാത്രിയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് കറാച്ചിയിൽ ഭൂകമ്പം മുൻകൂട്ടി പ്രവചിച്ചിരുന്നതായി ഒരു സ്വകാര്യ പാകിസ്ഥാൻ ജിയോളജിസ്റ്റും ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. ഭൂകമ്പ സാധ്യത പ്രവചനം മൂലം ജനങ്ങൾക്കിടയിൽ ഭീതി പടരുന്നു എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ഭയം ജനിപ്പിക്കുന്നുണ്ട്. ഇത്തരം ചെറിയ ഭൂകമ്പങ്ങൾ വലിയവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. എന്നിരുന്നാലും ശക്തമായ ഭൂകമ്പം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് എപ്പോഴും ചെറിയ ഭൂകമ്പങ്ങൾ അനുഭവപ്പെടാറുണ്ട്. അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം. ഈ വിഷയത്തിൽ ഞാൻ ഭൂകമ്പ വിദഗ്ധരുമായി സംസാരിക്കുകയാണെന്നാണ് സിന്ധ് മുഖ്യമന്ത്രി മുറാദ് അലി ഷാ പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെയും ഇപ്പോൾ ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.